ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കണ്ടു. ന്യൂസ് 80 ചാനലിനകത്താണ് ഈ ഒരു വാർത്ത വന്നത്. തൃശ്ശൂരിൽ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വോയിസ് ക്ലിപ്പാണ്, പക്ഷേ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിൽ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഓണം. പല പ്രാവശ്യവും ഈ ഓണം അടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ചില മസ്ജിദുകളിൽ ചില മുസ്ലിം പണ്ഡിതന്മാർ പറയാറുണ്ട്, ഓണം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല, ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നൊക്കെ പറയും. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബോധമില്ലാത്ത ചില ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇന്ന് ഞാൻ എൻ്റെ മകളെ ഓണം സെലിബ്രേഷന് ഞാൻ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വരുന്ന വഴിയാണ്. ശരിക്കും ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നല്ല രീതിയിൽ അവർ വർഗീയത പറഞ്ഞുകൊണ്ട് വേരുറപ്പിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മുസ്ലിം അധ്യാപകർമാർ ഇത്തരത്തിലൊരു കമൻറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത്. ശരിക്കും ഞാൻ ഇതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മിത്തെല്ലാനിരിക്കുന്നവർക്ക് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാർത്തയെ ഞാൻ നോക്കിക്കാണുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിഷമം വയ്ക്കുന്ന ഒരു ടീച്ചറാണ് ഈ പറയപ്പെടുന്ന വിശകല. സത്യത്തിൽ അവരെ ടീച്ചർ എന്ന് പോലും നമുക്ക് വിളിക്കാൻ കൊള്ളില്ല. കാരണം അവർ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള അധ്യാപികമാർ സ്കൂളുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്, നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം, ഇതുപോലുള്ള ആൾക്കാരെയൊന്നും ആ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വളർന്നു വരുന്ന കുരുന്നു മനസ്സുകളിലേക്ക് ഇത്തരത്തിലുള്ള വർഗീയത പറഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം. ഇലക്ഷനൊക്കെ അടുക്കുന്ന സമയത്തെ സാധാരണ നമ്മൾ കാണാറുള്ളത് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുരോഹിതന്മാർ അവർ വന്നിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ അവർ പറയും, നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾ ഇന്ന പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് മുസ്ലിം മതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും മസ്ജിദിൽ ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഈ കമ്മിറ്റി അംഗങ്ങൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പള്ളികളിൽ അല്ലെങ്കിൽ കുത്തുബ നടക്കുന്ന സമയത്ത് ഈ വരുന്ന വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റിനെ വോട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലേ. ആ ഉസ്താദ് പിന്നെ ഒരിക്കലും പള്ളിയെന്നല്ല, ഒരുപക്ഷെ ചിലപ്പം കേരളത്തിലെ പള്ളികളിൽ തന്നെ ജോലി കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. മതപണ്ഡിതന്മാർ ഇവിടുത്തെ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുകയും തെറ്റായ മാർഗത്തിൽ പോകുന്ന ആൾക്കാരെ അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ് എന്ന് മറന്നു പോകാതിരിക്കുക. ഇത് എവിടെ നടന്ന സംഭവമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ഒരു പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇപ്പുറത്തെ ഒരു ഉസ്താദും കുറേ ആൾക്കാരും കൂടെ കൂടിയിരുന്നുകൊണ്ട് രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ. സത്യത്തിൽ അനീതി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എതിർക്കണം. അത് ഏത് മത പണ്ഡിതനാണെങ്കിലും കൊള്ളാം, അത് ഏത് ഉന്നതവനാണെങ്കിലും കൊള്ളാം, നമ്മളത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിൽ തോന്നിയാസവും തെമ്മാടിത്തോടും പറയാൻ അനുവദിക്കരുത്, അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 വീഡിയോയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുകയാണ്. കേട്ടിട്ട് കൃത്യമായി നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയുക. ആദ്യം നമുക്ക് ഈ ടീച്ചർ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടു നോക്കാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ല ടീച്ചറെ, എന്ത് സന്ദേശമാണ് ടീച്ചർ ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു ഉത്സവമായിട്ടാണ് കാണുന്നത്. ശരിയാണ്, അത് കൂടുതലും ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരാണ് അത് ആഘോഷിക്കുന്നത്. പക്ഷേ ജാതിക്കും മതത്തിനും അതീതമായി മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവർ കാണുന്ന ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് ഓണം. ഇപ്പം നബിദിനം അടുത്തിരിക്കുകയാണ്. ഈ നബിദിന സമയത്ത് നമ്മുടെ മദ്രസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ജാഥയാട്ടൊക്കെ പോകുന്ന സമയത്ത് ചില അമ്പലങ്ങളുടെ വാതിക്കൽ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ
അവർക്ക് കൊടുക്കാനുള്ള മധുര പലഹാരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന എത്രയോ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്കിടയിലേക്കൊക്കെ എന്ത് സന്ദേശമാണ് ഇതുപോലുള്ള ആൾക്കാർ അയക്കുന്നത്? എന്തായാലും മാതൃഭൂമി ന്യൂസിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. എന്തായാലും ഇതിന്റെ കൂടുതൽ സത്യാവസ്ഥ പുറത്തു വരണം. ഇത്തരത്തിൽ ആളുകൾ ആ സ്കൂളുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും ഒരു നിമിഷം പോലും അവിടെ ഇരിക്കാൻ അർഹതപ്പെട്ടവരല്ല എന്നുള്ള ശക്തമായ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ മസ്ജിദിൽ നടക്കുന്ന ഈ ഉസ്താദും ഒരു സഹോദരനും തമ്മിലുള്ള ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. അല്ല ഉസ്താദ് ഇവിടെ ഇരിക്കണ്ടെന്ന് പറയാൻ എന്താ ഉസ്താദ് കാര്യം? എന്നോട് ഇവിടെ ഇരിക്കണ്ടെന്ന് പറയാൻ കാര്യം എന്താ? തർക്കിച്ചല്ലോ ഉസ്താദ്, രാഷ്ട്രീയം പറയേണ്ടതേ പറഞ്ഞുള്ളൂ. രാഷ്ട്രീയത്തിനകത്ത് പറയാൻ പാടില്ല ഉസ്താദ്, പല രാഷ്ട്രീയക്കാരുണ്ട്. അല്ലല്ല അതിവിടെ പറ്റത്തില്ല ഉസ്താദ്. അതെങ്ങനെ പറ്റും ഇവിടെ? അതെങ്ങനെ പറ്റുന്നേ? അതെങ്ങനെ നടത്തും? അതെങ്ങനെ നടത്തുന്നേ? അത് തോന്നിവാസല്ലേ? അത് നിങ്ങൾക്ക് പറ്റിയതാണോ അത്? ഉസ്താദ് അങ്ങനൊന്നും പറയാതെ. എന്ത് പ്രശ്നം എന്താ ഉണ്ടാക്കിയേ? ഉസ്താദ് രാഷ്ട്രീയം പറഞ്ഞു. SFI എന്ത് SFI സംഘടനയ്ക്ക് എന്താ മോശം? എന്താ പറഞ്ഞിട്ട്? ഏത് കുട്ടികളെ SFI നശിപ്പിച്ചത്? അത് മാർക്കോസോ കുറുക്കോസോ ആയിട്ട് SFI എന്ത് ചെയ്തെന്നാ ചോദിച്ചത്? അല്ല ഉസ്താദ് ഇപ്പൊ പറഞ്ഞേ SFI ഏതാളുകളാ? ഏത് കുട്ടികളെ ഉസ്താദിന്? അതല്ല ഉസ്താദിന് ഏത് SFIക്കാരാ ഉസ്താദെ കുട്ടികളെ വഴിതെറ്റിച്ചിട്ടുള്ളത്? ഏത് SFI? ഒരാളെ പറ. ഒരാളെ പറയൂ ഉസ്താദെ. അതെന്താ ഉസ്താദ് പറയൂ, ഒരാളെ പറയൂ, ഒരാളോട് പറയൂ, ഒരാളെ പറയൂ. എന്നെ ബോധ്യപ്പെടുത്തണ്ട. ഉസ്താദ് ഒരു ജമാഅത്തിലെ ഇമാമല്ലേ? ഈ ജമാഅത്ത് എന്ന് പറഞ്ഞ ഉസ്താദിന്റെ അല്ലെങ്കിൽ ഒരാളുടെ മാത്രമല്ലല്ലോ ഉസ്താദ്. ഈ ജമാഅത്ത് അംഗങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഞാൻ ചൊറിഞ്ഞില്ലല്ലോ. നിങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് സംസാരിക്കും ഉസ്താദ്. ചൊറിഞ്ഞതാണോ? അത് ചൊറിഞ്ഞതാണോ? SFI പിള്ളേരെ നശിപ്പിക്കുന്നു. ഏതാളെ ഒരാളെ പറയൂ ഉസ്താദെ. അതെന്താ പറയാൻ പറ്റാത്ത? അതെന്താ പറയാൻ പറ്റാത്ത? എന്താ എന്തുകൊണ്ട് പറ്റത്തില്ല ഉസ്താദെ? എന്താ പറ്റാത്ത? എന്താ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നതിന് പോലെ നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതെന്താ മാമ? ഞാൻ സമാധാനപ്പെട്ടല്ലേ ഇരുന്നേ? നിങ്ങൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയ വിശ്വാസം. ഞാൻ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാ. അതുകൊണ്ടാണ് ഞാനൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാ. ഈ രാഷ്ട്രീയം ഇവിടെ പറയണ്ട. ഇവിടെ രാഷ്ട്രീയത്തിനാ പറയുന്നത്. ഇവിടെ രാഷ്ട്രീയക്കാരനെയും പൈസ ആയിരുന്നുണ്ട്, എല്ലാവരെയും പൈസ ആയിരുന്നുണ്ട്. പിന്നെ ഇതിന് രാഷ്ട്രീയം പറയുന്നത് എന്തിനാ? പിന്നെ ഉസ്താദിന്റെ SFI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? അതിന് ഇതൊക്കെ എങ്ങനെയാണോ ഉസ്താദ് പറയേണ്ടത്? ഒരു ഇമാം അല്ലേ അദ്ദേഹം? അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? പറ്റെങ്കിൽ ഇറങ്ങിപ്പോ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ ഇരിക്കേണ്ട ഇതൊക്കെയാണോ പറയുന്നത്? അതൊക്കെ പറയാൻ ഇദ്ദേഹം ആരാ? പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. തോന്നിവാസം പറഞ്ഞാൽ ഇവിടെ ഇരിക്കത്തില്ല. അത് തന്നെ പറഞ്ഞു. ഞാനെന്താ നിങ്ങളെ വരട്ടാൻ നിൽക്കുക? നിങ്ങളെ ഞാനെന്താ വരട്ടി? ഞാനെന്തോ നിങ്ങളെ വരട്ടിയെന്തോ? ഞാൻ നിങ്ങളെ എന്താ വരട്ടിയ ഉസ്താദ് പറഞ്ഞേട്ടാ? ഞാൻ എന്താ വരട്ടിയ? ഞാൻ നിങ്ങളെ തെറി വിളിച്ചോ? ചീത്ത വിളിച്ചോ? അടിക്കാൻ വന്നോ? നിങ്ങളിപ്പോ പറഞ്ഞെന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാൻ ഇറങ്ങി പോനാ പറഞ്ഞേ. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? വേണമെങ്കിൽ ഇവിടെ ഇരിക്കാൻ ഇറങ്ങി പോനാ പറഞ്ഞേ. അതെന്താ ഉസ്താദ് അങ്ങനെ പറയുന്നത്? അതാണോ എന്റെ രീതി? അതാണോ എന്റെ രീതി? ഞാൻ ഇവിടെ കേട്ടോണ്ടിരുന്ന ആളാണോ? നിങ്ങൾ അതിനിടയ്ക്ക് രാഷ്ട്രീയം എന്തിനാ ഉസ്താദ്? നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇതിന് പച്ച മലയാളത്തിൽ ഞാൻ തോന്നിവാസം എന്നേ പറയത്തുള്ളൂ. കാരണം ഒരു മസ്ജിദ് എന്ന് പറയുന്നത് അവിടെ നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഇടമാണ്. അവിടെ രാഷ്ട്രീയം പറയാനുള്ള സ്ഥലമല്ല. രാഷ്ട്രീയം പറയണമെങ്കിൽ ഉസ്താദിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഉസ്താദ് വഴിയിലേക്ക് ഇറങ്ങി നിന്നിട്ട് മൈക്ക് കെട്ടിവെച്ചിട്ട് ഉസ്താദിന്റെ രാഷ്ട്രീയം പറയാം. ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ അത് ഉസ്താദിന് പറയാം. പക്ഷേ മസ്ജിദിനകത്ത് തോന്നിയാസം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല. ഇപ്പം ക്രൈസ്തവ ദേവാലയങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ലഘുലേഖ വിതരണം ചെയ്യും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ആ മതവുമായി ചേർന്ന് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പിന്നെ ചർച്ചുകളിൽ വിളിച്ചു പറയുന്നതും ലഘുലേഖ വിതരണം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അത് ഈ മതത്തിൻ്റെ ഇടയിൽ അത് നടക്കത്തില്ല, അത് അനുവദിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ പള്ളികളിൽ നിയമിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല സുഗമമായ രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഉസ്താദുമാരെ പള്ളി കമ്മിറ്റിക്കാർ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. കേട്ടുള്ള ആ ഒരു വോയിസ് ഓണത്തെ പറ്റിയിട്ട് ആ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ കുട്ടികളെ വിടാൻ പാടില്ല, നമ്മൾ അതിനകത്ത് പങ്കെടുക്കാൻ പാടില്ല, അത് അവരുടെ ആചാരമാണ്, അവരുടെ ആചാരങ്ങളിലൊന്നും നമ്മൾ പങ്കെടുക്കേണ്ട. ഹൈന്ദവ മതവിശ്വാസികളുടെ ആചാരത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ മുസ്ലിം മതവിശ്വാസികൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓണം എന്ന് പറയുന്നത് അതൊരു ഫെസ്റ്റിവലായിട്ട് കേരളീയർക്കുള്ള ഒരു ഉത്സവമായിട്ടാണ് നമ്മളതിനെ കൊണ്ടാടുന്നതും അല്ലെങ്കിൽ നമ്മളതിനെ കാണുന്നത്. ഇപ്പോൾ ഓണത്തിന് ഞാൻ പോയതുകൊണ്ടോ ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നൊന്നും ഇല്ല. ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് അവനവൻ്റെ വിശ്വാസം. അല്ലാതെ ഇതുപോലത്തെ ശുദ്ധ തെമ്മാടിത്തരവും തോന്നിയാസവും പറഞ്ഞ് ഈ മതവർഗീയത പറഞ്ഞ് നടക്കുന്ന ചില വൃത്തികെട്ട നാറികൾക്ക് നിങ്ങൾ വടി കൊടുക്കുകയാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ സമുദായത്തെ മോശമാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികളായിട്ട് വരുന്നത്. സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആരെന്ത് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും